ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബ്രയോഫൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ബ്രയോഫൈറ്റ്സിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള ലിവോവേർഡ്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഗ്രൂപ്പ് ദറ്റ് ബിലോങ്സ് ടു മോസസ്. ലിവോവേർഡ്സിൽ നിന്നും മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഗ്രൂപ്പ്. എന്തൊക്കെയാണ് ബ്രയോഫൈറ്റ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അത്തരത്തിലുള്ള ഒക്കറൻസ്, ഹാബിറ്റ് ഒക്കെ കുറേയൊക്കെ ഈ പറയുന്ന മോസിനും സിമിലറായിട്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് നോർമലി ബ്രയോഫൈറ്റ്സ് കാണുന്ന ഷെയ്ഡി ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സിൽ, ബാങ്ക്സ് ഓഫ് സ്ട്രീംസിൽ, മാഷി ഗ്രൗണ്ടിൽ, ഡാം സോയിൽസ്, ബാക്ക് ഓഫ് ട്രീസ്, ഡീപ്പ് ഇൻ ദ വുഡ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള മോസസിനെയും നമുക്ക് കാണുന്നത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിവോവേർഡ്സ് ആൻഡ് മോസ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ ഒരു മോർഫോളജിക്കൽ സ്ട്രക്ചറിലേക്ക് പോവുകയാണെങ്കിൽ, ലിവോവേർഡ്സിൽ നമ്മൾ കണ്ടത് ദ പ്ലാൻ ബോഡി ഈസ് താലോയിഡ് എന്നുള്ളതായിരുന്നു അതിൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. താലോയിഡ് ആയിട്ടുള്ള ബോഡി ദറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സബ്സ്ട്രേറ്റ് ബൈ മീൻസ് ഓഫ് സർട്ടൻ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ദറ്റ് ഈസ് കോൾഡ് റൈസോയിഡ്സ്. റൈസോയിഡ്സ് എന്നുള്ള പേരുള്ള ചില റൂട്ട് പോലുള്ള സ്ട്രക്ചറുകൾ കൊണ്ട് ഏതിൻ്റെ മുകളിലാണോ, യൂഷ്വലി ഇത് കാണുന്ന വുഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പാറയുടെ മുകളിലോ എവിടെയാണോ ഇത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്, അതിനോട് അറ്റാച്ച് ചെയ്യാൻ ചില റൈസോയിഡ് റൂട്ട് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത്തരത്തിൽ ഡോസി വെൻട്രലായിട്ട്, അതായത് ഒന്നെങ്കിൽ അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കുഷ്യൽ ലൈക്ക് ഹാബിറ്റാറ്റ് കാണിക്കുന്ന ഒരു രീതിയാണ് ലിവോവേർഡ്സിൽ നമ്മൾ കണ്ടത്. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഗ്രൂപ്പ് ദാറ്റ് ഈസ് നെയിംഡ് ആസ് മോസസ് എന്ന് പറഞ്ഞാൽ, മോസസിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കുമ്പോൾ ദ പ്രിഡോമിനൻറ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് സൈക്കിൾ ഓഫ് മോസസ് ഗാമറ്റോഫൈറ്റ്. ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ദ ഗാമേറ്റ് ക്യാരിയിങ് സ്ട്രക്ചർ അല്ലേ. അപ്പോൾ നോർമലി ഈ പറയുന്ന ബ്രയോഫൈറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്റ്റേജസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. വൺ ഈസ് കാൾഡ് ഗാമറ്റോഫൈറ്റ് ആൻഡ് അനദർ സ്റ്റേജ് ഈസ് കാൾഡ് സ്പോറോഫൈറ്റ്. ഈ ഗാമറ്റോഫൈറ്റ് സ്റ്റേജും സ്പോറോഫൈറ്റ് സ്റ്റേജും നല്ല രീതിയിൽ വിസിബിൾ ആവുന്ന ഒരു ഗ്രൂപ്പാണ് മോസസ് എന്ന് പറയുന്നത്. സോ the predominant stage of life cycle of moss is the gametophyte, which consists of 2 stages. സോ മോസിൻ്റെ കേസിൽ നമ്മളിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, അതിലെ ഈ ഗാമറ്റോഫൈറ്റ് സ്റ്റേജ് തന്നെ ദറ്റ് കൺസിസ്റ്റ് ഓഫ് 2 phases or 2 stages. അതിലെ ഫസ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് കാൾഡ് പ്രോട്ടോണീമ സ്റ്റേജ്. എപ്പോഴും എക്സാമിനേഷനൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് പ്രോട്ടോണീമ ദാറ്റ് ബിലോങ്സ് ടു ഡാഷ്, ദാറ്റ് ബിലോങ്സ് ടു മോസസ് അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സ് എന്നുള്ള ഒരു ഉത്തരമാണ് നമ്മളവിടെ എഴുതേണ്ടത്. സോ എന്താണ് ഒരു പ്രോട്ടോണീമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോട്ടോണീമ ആക്ച്വലി ഈ പറയുന്ന മോസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ വരും, ആ സമയത്ത് നമ്മളത് ഡിസ്കസ് ചെയ്യും. എങ്കിലും ഈ മോസിൻ്റെ ഒരു സ്പോറ് വിരിഞ്ഞ് ആദ്യമായിട്ട് അല്ലെങ്കിൽ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ദാറ്റ് ഈസ് നെയിംഡ് ആസ് പ്രോട്ടോണീമ. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് പ്രോട്ടോണീമ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വൻ്റ്ലി ഫിലമെൻ്റസ് സ്റ്റേജ്. നമുക്കിത് അതിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് ചോദിച്ചാൽ, അതൊരു ക്രീപ്പിംഗ് ഹാബിറ്റാറ്റ് ആണ്. ദാറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ ആൻഡ് ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വൻ്റ്ലി ഫിലമെൻ്റസ് ആയിട്ടുള്ള ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിലുള്ള ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു നേച്ചർ കാണിക്കുന്ന ഒരു സ്റ്റേജാണ് മോസിലെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രോട്ടോണീമ സ്റ്റേജ്. എന്നാൽ ഈ പ്രോട്ടോണീമയിൽ നിന്നാണ് പിന്നീട് നമുക്ക് കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള, ഇപ്പോൾ പിക്ചറിലേക്ക് നോക്കുക, കൂടുതൽ വിസിബിളായിട്ട് നമുക്ക് ബ്രയോഫൈറ്റ്സിലെ മോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത്, നമുക്ക് വിസിബിളായിട്ട് കാണുന്നത് നെക്സ്റ്റ് സ്റ്റേജാണ്. ദാറ്റ് സ്റ്റേജ് ഇസ് കോൾഡ് ലീഫി സ്റ്റേജ്. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് ലീഫി ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് ഇങ്ങനെ മതിലിൻ്റെ മുകളിൽ, പാറയുടെ മുകളിൽ എവിടെയാണോ ഇത് ഗ്രോ ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നത് കാണാം. Okay, so it consists of
അപ്രൈറ്റ് ആയിട്ടുള്ള സ്ലെൻഡർ ആയിട്ട് ഒരു ആക്സിസ് ദാറ്റ് ബെയേഴ്സ് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ് ഇങ്ങനെ വളരെ സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ട് ഉള്ള ഒരു സ്ട്രക്ചറാണ്. എവിടെയാണോ അത് ഗ്രോ ചെയ്യുന്നത്, ചിലപ്പോൾ സോയിലായിരിക്കും, അല്ലെങ്കിൽ അത് എവിടെയാണോ വളരുന്ന റോക്കിലായിരിക്കും, അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ വുഡിലായിരിക്കും. എവിടെയാണോ അതിൻ്റെ സ്ഥാനം അവിടെ അത് ഒരു ലീഫി ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഇങ്ങനെ ഗ്രോ ചെയ്യുന്നത് കാണാം. ആൻഡ് ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി സബ്സ്ട്രേറ്റം. എവിടെയാണോ അത് ഗ്രോ ചെയ്യുന്നത്, that is by means of certain multicellular and branched rhizoids. ഇവിടെയും നമുക്ക് റൈസോയിഡ്സ് അല്ലെങ്കിൽ റൂട്ട് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെയും നമുക്ക് വിസിബിൾ ആവുന്ന ഒരു വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഡോമിനൻ്റ് സ്റ്റേജ് ബ്രയോഫൈറ്റ്സിൽ നമുക്കറിയാം. ഏതാണ് ഡോമിനൻ്റ് സ്റ്റേജ് എന്ന് ചോദിച്ചാൽ ദ ആപ്റ്റ് ആൻസർ ഇസ് ഗാമറ്റോഫൈറ്റ് സ്റ്റേജ്. ബ്രയോഫൈറ്റയിലെ ഡോമിനൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് ഈ പറയുന്ന ഗാമറ്റോഫൈറ്റ് സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ ഈ മോസിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ലീഫി ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഡോമിനൻ്റ് ആയിട്ട് ഈ പറയുന്ന മോസുകളിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കുക. എന്താണ് ഒരു മോസ് ഹാബിറ്റ് എന്ന് ചോദിച്ചാൽ ദറ്റ് കൺസിസ്റ്റ് ഓഫ് റൈസോയിഡ്സ്, ബ്രാഞ്ച് ആയിട്ടുള്ള മൾട്ടിസെല്ലുലാർ റൈസോയിഡ്സ്, ദെൻ എ സ്ലെൻഡർ ആയിട്ടുള്ള ഒരു പാർട്ട്, ഇത് സ്റ്റെം ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. ആ സ്റ്റെം ലൈക്ക് സ്ട്രക്ചറിൽ ധാരാളം സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ലീവ്സ്, ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് ഏതിനുള്ളത്, മോസിനുള്ളത്. ഓക്കെ, അപ്പോൾ മോസിൻ്റെ ഗാമറ്റോഫൈറ്റ് സ്റ്റേജിൽ നമ്മൾ സാധാരണഗതിയിൽ 2 സ്റ്റേജ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് പ്രോട്ടോണീമ സ്റ്റേജും മറ്റൊന്ന് ലീഫി സ്റ്റേജും. ലീഫി സ്റ്റേജാണ് നമുക്കെപ്പോഴും വിസിബിൾ ആവുന്ന ഒരു സ്റ്റേജ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിവർ വേർഡ്സിലും ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് റീപ്രൊഡക്ഷൻ്റെ പർപ്പസ്, അല്ലേ? റീപ്രൊഡക്ഷനിലൂടെയാണ് ഇത് വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഈ പ്ലാന്റ് വീണ്ടും ഉണ്ടാവാൻ എന്ത് വേണം? പ്രൊപ്പഗേഷൻ നടക്കാൻ ദർ മേ ബി സം സോർട്ട് ഓഫ് റീപ്രൊഡക്റ്റീവ് മെഷേഴ്സ്, ഏതെങ്കിലും റീപ്രൊഡക്റ്റീവ് മെഷേഴ്സ് ഉണ്ടാവണം. അതിൽ പ്രധാനമായിട്ട് നടക്കുന്ന റീപ്രൊഡക്റ്റീവ് മെഷേഴ്സാണ് വൺ ഈസ് സം സോർട്ട് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ പ്ലാന്റിലെ തന്നെ വെജിറ്റേറ്റീവ് പാർട്ട് ഏതെങ്കിലും ഒരു ഭാഗമാണ് അതിൽ പങ്കെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബൈ മീൻസ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ. അതൊന്ന് മുറിഞ്ഞു, ഇപ്പോൾ ഒരു ബഞ്ചായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മോസസ് ഒരു പാർട്ട് അവിടെ നിന്നും കഷ്ണം മുറിഞ്ഞ് അത് മറ്റൊരു സ്ഥലത്ത് വീണു എന്ന് വിചാരിക്കുക. അവിടെ സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റം ആണെങ്കിൽ അവിടെ നിന്നും അത് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് ഫ്രാഗ്മെൻറ്റേഷൻ. The next process that is called budding. അടുത്തതായിട്ട് ഫ്രാഗ്മെൻറ്റേഷൻ പോലെ കാണുന്ന മറ്റൊരു പ്രോസസ്സാണ് ബഡ്ഡിങ്. ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബഡ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുക, അത് പിന്നീട് അത് മറ്റൊരു പ്ലാന്റ് ബോഡി ആയിട്ട് മാറുക. ദാറ്റ് ഈസ് കോൾഡ് ബഡ്ഡിങ്. ഇത്തരത്തിലുള്ള 2 അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് കോമൺലി കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന ബഡ്ഡിങ്ങിലൂടെ അത് നെക്സ്റ്റ് പ്രോട്ടോണീമ സ്റ്റേജിലേക്ക് വരും, സെക്കൻഡറി പ്രോട്ടോണീമ സ്റ്റേജിലേക്ക് വരും. ഈ പ്രോട്ടോണീമയിൽ നിന്ന് അത് പിന്നീട് ലീഫി സ്റ്റേജിലേക്ക് വരും, അങ്ങനെ അതായത് ഗാമറ്റോഫൈറ്റ് സ്റ്റേജിലേക്ക് വരും. ഇത്തരത്തിലാണ് അതിൻ്റെ ബഡ്ഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ 2 രീതിയിലാണ് അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ സാധാരണഗതിയിൽ മോസസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ മോസസ് ആണ്. അപ്പോൾ മോസിൻ്റെ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ലീഫി സ്റ്റേജിലേക്കൊന്ന് നോക്കുക. ആ ലീഫി സ്റ്റേജാണ് അതിൻ്റെ ഡോമിനൻ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് കോൾഡ് ഗാമറ്റോഫൈറ്റ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഗാമറ്റോഫൈറ്റ്. ദാറ്റ് മീൻസ് ഡ്യൂറിങ് ഇറ്റ്സ് മെച്യൂരിറ്റി, ഇത് ലീഫി യങ് സ്റ്റേജ് ആകുമ്പോൾ അതിനകത്ത് ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ഇത് വളർന്ന് മെച്യൂർഡ് ആവുന്ന സമയത്ത് അതിൻ്റെ അപ്പെക്സിൽ അല്ലെങ്കിൽ അതിൻ്റെ അപ്പെക്സ് ഓഫ് ദ ലീഫി ഷൂട്ടിൽ ഇറ്റ് പ്രൊഡ്യൂസസ് സെക്സ് ഓർഗൻസ്. ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിവർ വേർഡ്സിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്തിരുന്നു വാട്ട് ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇസ് കോൾഡ് ആൻതറീഡിയ.
Then what is the female reproductive structure? That is called archegonia. സോ ലിവർ വേർഡ്സും മോസും അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല, കാരണം ദ ബിലോങ്സ് ടു ബ്രയോഫൈറ്റ്സ്. സോ ഈ പറയുന്ന ഗാമറ്റോഫൈറ്റിൽ ഇറ്റ് ഓൾസോ ദേ പ്രൊഡ്യൂസസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ദാറ്റ് ഇസ് കോൾഡ് ആന്ത്രീഡിയ ആൻഡ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ദാറ്റ് ഇസ് കോൾഡ് ആർക്കിഗോണിയ that are produced at the apex of the leafy shoots. എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ലീഫി ഷൂട്ടിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലീഫി ഷൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ ആ സ്ട്രക്ചറിലേക്കൊന്ന് നോക്കുക. ആന്ത്രീഡിയം എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ, ദാറ്റ് ഇസ് എ സ്പെഷ്യൽ നേച്ചറാണ് അതിനുള്ളത്. ആ ആന്ത്രീഡിയം മെച്യൂർഡ് ആവുന്ന സമയത്ത് ആന്ത്രീഡിയത്തിൽ നിന്നും ഇറ്റ് ലിബറേറ്റ്സ് ബൈഫ്ലാജലേറ്റഡ് ആയിട്ടുള്ള ആന്തറോസോയിഡ്സ്, അല്ലെങ്കിൽ നമ്മൾ മെയിൽ ഗാമേറ്റ്സ് എന്ത് ചെയ്യുന്നു, അത് അതിൽ നിന്നും ധാരാളം റിലീസ് ചെയ്യപ്പെടുന്നു. ആൻഡ് വി നോ ദാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ആർക്കിഗോണിയം? ദാറ്റ് ഈസ് ഓൾസോ സീൻ ഇൻ ദ കേസ് ഓഫ് മോസസ്. ആർക്കിഗോണിയത്തിലും എന്തുണ്ട്, ഇവ പറയുന്ന മോസിലും എന്തുണ്ട്? എ ഫ്ലാസ്ക് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് ആർക്കിഗോണിയം. ഫ്ലാസ്ക് പോലെയുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാം. എന്താണ് ആ ഫ്ലാസ്ക് പോലുള്ള സ്ട്രക്ചറിൻ്റെ ബേസിൽ പോർഷനിൽ? ദ ഫീമെയിൽ ഗാമേറ്റ് കോൾഡ് എഗ് ഇസ് പ്രസൻറ്റ്. Then what will happen? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ബ്രയോഫൈറ്റ്സ് ആർ കോൾഡ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ നീഡ് ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. അവർക്ക് ഇങ്ങനെ ജീവിക്കാൻ ഏതെങ്കിലും ഒരു ലാൻഡ് ഫോം വേണം, അല്ലെങ്കിൽ സോയിൽ വേണം. എന്നാൽ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ ഈ പറയുന്ന ഇപ്പം നേരത്തെ റിലീസ് ചെയ്യപ്പെട്ട മെയിൽ ഗാമേറ്റുകൾ ഒരു വാട്ടർ മീഡിയം ഉണ്ടെങ്കിലേ ദാറ്റ് വിൽ റീച്ച് ടു ദ ഫീമെയിൽ പാർട്ട്. ഫീമെയിൽ ഭാഗത്തേക്ക് എത്താൻ അതിന് ഒരു വാട്ടർ മീഡിയം എസെൻഷ്യലാണ്. ഇങ്ങനെ വാട്ടർ ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കാൻ കാരണം. സോ ഇങ്ങനെ ഒരു വാട്ടർ മീഡിയത്തിൽ എന്ത് സംഭവിക്കും? ഈ റിലീസ് ചെയ്യപ്പെടുന്ന ആന്ത്രീഡിയ ദേ വിൽ റീച്ച് to the archegonia and they will move to the basal portion egg and the fusion occurs. Fusion നടക്കുന്നു. That fusion is called fertilization. സോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, രണ്ട് ഗ്യാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്താൽ ദർ ഇസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട്. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു? സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇനിയാണ് മോസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്. ഇവിടെ നിന്നും സൈഗോട്ട് പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ നെക്സ്റ്റ് സ്ട്രക്ചറിലേക്ക് നോക്കുക. സൈഗോട്ട് ലേറ്റർ ഫെർദർ ഡിവിഷന് വിധേയമായിക്കൊണ്ട് ഇറ്റ് പ്രൊഡ്യൂസസ് എ സ്ട്രക്ചർ ഓർ എ ഫേസ്, അനദർ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേസ്, അല്ലെങ്കിൽ അനദർ ഗാമറ്റോഫൈറ്റാണ് ഡോമിനൻ്റ് എങ്കിൽ കൂടെ കുറച്ച് കാലത്തേക്ക് നല്ല രീതിയിൽ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഫേസ് ദാറ്റ് ഇസ് നെയിംഡ് ആസ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഒരു ഫേസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ സ്പോറോഫൈറ്റും കൂടെ വഹിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കണ്ടോ? ബേസിൽ പാർട്ടിൽ ഗാമറ്റോഫൈറ്റ്, അതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഫേസ് സ്പോറോഫൈറ്റ്. എക്സാമിനേഷന് ചോദിക്കാറുണ്ട്, ലാബൽ ചെയ്യാൻ വരാറുണ്ട്. ഗാമറ്റോഫൈറ്റ് സ്റ്റേജും സ്പോറോഫൈറ്റ് സ്റ്റേജും സെപ്പറേറ്റ് ആയിട്ട് ലാബൽ ചെയ്യാൻ വരാറുണ്ട്. സോ ഏതൊക്കെയാണ് ഈ സ്പോറോഫൈറ്റിൻ്റെ ഭാഗങ്ങൾ പഠിക്കണം. അതിൻ്റെ ബേസിൽ പോർഷൻ ഈസ് നെയിംഡ് ആസ് ഫൂട്ട്. നെക്സ്റ്റ് കാണുന്ന ഭാഗമാണ് സീറ്റ. അതിൻ്റെ ടെർമിനൽ പോർഷനിൽ കാണുന്ന ഭാഗമാണ് ക്യാപ്സ്യൂൾ. അപ്പോൾ ഇത്തരത്തിൽ ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന 3 ഭാഗങ്ങളുള്ള ഒരു ഫേസാണ് ഏത്? സ്പോറോഫൈറ്റ്. സോ ഈ പറയുന്ന മോസിൽ നമുക്ക് വളരെ വിസിബിൾ ആകുന്ന ഒരു ഫേസാണ് ഈ പറയുന്ന സ്പോറോഫൈറ്റ്. നോക്കിക്കേ, നമുക്ക് സാധാരണഗതിയിൽ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള മോസസ് ആണ് ഫ്യൂണറിയ, പോളിട്രൈക്കം, സ്ഫാഗ്നം. ഇതിലൊക്കെ കാണുന്ന സ്പോറോഫൈറ്റുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, ചിത്രത്തിൽ നമുക്ക് കാണാം. ദെൻ വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ക്യാപ്സ്യൂൾ? ക്യാപ്സ്യൂളിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ക്യാപ്സ്യൂളിനകത്താണ് സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്.
അപ്പോൾ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന അതിൻ്റെ ടെർമിനൽ പോർഷനിൽ കാണുന്ന ആ ഭാഗത്താണ് ധാരാളം ഈ പറയുന്ന മോസുകൾ പിന്നീട് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് എവിടം വരെ എത്തി? നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ലീഫി സ്റ്റേജ് കഴിഞ്ഞു. ആ ലീഫി സ്റ്റേജ് മെച്യൂർഡ് ആവുമ്പോൾ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്യാമേറ്റുകൾ ആന്ത്രിഡിയയിൽ നിന്നും ആന്തറോസോയിഡ്സ് ലിബറേറ്റ് ചെയ്യും. അത് അതിൻ്റെ തന്നെ മറ്റ് ഫീമെയിൽ പാർട്ടായിട്ടുള്ള ആർക്കിഗോണിയത്തിൽ വന്ന് ഫ്യൂസ് ചെയ്യും, സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ടിൽ നിന്നും സ്പോറോഫൈറ്റ് ഉണ്ടാവും. സ്പോറോഫൈറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ക്യാപ്സ്യൂളിനകത്ത് ധാരാളം സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഈ ഭാഗവും ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഭാഗം മെച്യൂർഡ് ആവുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ ഇതിലെ ക്യാപ്സ്യൂൾ ദാറ്റ് വിൽ ബ്രേക്ക് ഡൗൺ. ക്യാപ്സ്യൂൾ പൊട്ടി അതിലെ സ്പോറുകൾ ദേ വിൽ ബി ലിബറേറ്റഡ്. സോ ഈ പറയുന്ന ക്യാപ്സ്യൂളിൻ്റെ ലിബറേഷൻ മെക്കാനിസം ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോന്നിലെയും ഓരോ ടൈപ്പ് പ്ലാന്റ്സിലെയും ഓരോ ടൈപ്പ് ബ്രയോഫൈറ്റ്സിലെയും മോസസിലെയും ലിബറേഷൻ ഈ ക്യാപ്സ്യൂളിൽ നിന്നും സ്പോറ് ലിബറേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് അത്രയും ഡീറ്റെയിൽസിലേക്കൊന്നും പോവേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ മനസ്സിലാക്കുക ഈ സ്പോറുകൾ എന്ത് ചെയ്യപ്പെടും? മെച്യൂർഡ് ആവുമ്പോൾ ഈ ക്യാപ്സ്യൂൾ പൊട്ടി പുറത്തേക്ക് വരുന്നു. ഈ സ്പോർ അങ്ങനെ ലിബറേറ്റ് ചെയ്യപ്പെടും. അത് വിൻഡ് വഴിയൊക്കെ അത് എന്ത് ചെയ്യാം, പല സ്ഥലങ്ങളിലേക്ക് എത്താം. അല്ലെങ്കിൽ ഈ സ്പോറ് മറ്റ് ആനിമൽസ് കഴിക്കാം, എന്നിട്ട് അതിൻ്റെ വേസ്റ്റിലൂടെ അത് പല സ്ഥലങ്ങളിലും എത്താം. അല്ലെങ്കിൽ പക്ഷികളോ അതേപോലെ തന്നെ ഇൻസെക്ട്സൊക്കെ എന്ത് ചെയ്യാം, അവിടെയൊക്കെ വരുന്ന സമയത്ത് അതുവഴിയൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പോളിനേഷൻ എന്ന് പറയുന്നൊരു മെക്കാനിസം ഇവിടെയും സംഭവിക്കാം. ദാറ്റ് മീൻസ് സ്പോറ് പല സ്ഥലങ്ങളിൽ എത്താനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഡിസ്പേഴ്സലിലൂടെ സെയിം ഏരിയയിൽ തന്നെ ആ സ്പോറുകൾ എന്ത് ചെയ്യപ്പെടാം? ലിബറേറ്റ് ചെയ്യാം. അതങ്ങനെ അവിടെ ലിബറേറ്റ് ചെയ്യും. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഗ്രീൻ ആയിട്ടുള്ള ലീഫി ആയിട്ടുള്ള സ്റ്റേജ് നമുക്ക് വിസിബിൾ ആവില്ല. അത് ഉണങ്ങി അതിൻ്റെ ഒരു മെച്യൂരിറ്റി എത്തുമ്പോൾ അത് അവിടെ അങ്ങനെ ഉണങ്ങി കിടക്കും, നമുക്ക് കാണാൻ പറ്റില്ല. ആ സ്പോറുകൾ പക്ഷേ അവിടെ സ്പോർ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു തരം ഡിഫെൻസ് മെക്കാനിസമാണ്. അതായത് അത് അതിനകത്ത് ഇനാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആ സ്പോർ ഒരു പ്രൊട്ടക്റ്റീവായിട്ട് അത് അവിടെ അങ്ങനെ കിടക്കുകയാണ്. അത് ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത്, ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോയ്സ്ചർ കണ്ടൻറ്റ് വേണം അല്ലേ? അപ്പോൾ ഈ പ്ലാന്റ് ഈ ഡെവലപ്പ് ചെയ്ത് മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള സമയത്ത് റെയിനി ആയിട്ടുള്ള സീസണിൽ ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെയാണ് ഇത് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം കണ്ടീഷൻ കഴിഞ്ഞ് ഡ്രൈ ആയിട്ടുള്ളൊരു നേച്ചർ അല്ലെങ്കിൽ സീസൺ വരുന്ന സമയത്തേക്ക് ആകുമ്പോഴേക്കും ഇതിൻ്റെ ലിബറേഷനൊക്കെ കഴിഞ്ഞ് അത് പൊട്ടി സ്പോറൊക്കെ പുറത്തേക്ക് പോന്നിട്ടുണ്ടാവും. പിന്നീട് ആ ഡ്രൈ കണ്ടീഷൻ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള സീസൺ കഴിഞ്ഞ് വീണ്ടും റെയിനി സീസൺ അല്ലെങ്കിൽ ഹ്യൂമിഡ് ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ എന്തുണ്ടാവുകയാണ്? ഈ സ്പോറുകൾക്ക് ജെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു വീണ്ടും ഫേവറബിൾ കണ്ടീഷൻ വരികയാണ് ചെയ്യുന്നത്. ആ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഈ സ്പോറ് ദേ സ്റ്റാർട്ട് ടു ജെർമിനേറ്റ്. അത് ജെർമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ജെർമിനേറ്റ് ചെയ്ത് സ്പോറിൽ നിന്നും എന്താ ഫോം ചെയ്യുക? ദ ഫസ്റ്റ് സ്റ്റേജ് ദാറ്റ് ഈസ് നെയിംഡ് ആസ് പ്രോട്ടോണീമ. സ്പോറിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പ്രോട്ടോണീമ എന്ന് പറയുന്ന സ്റ്റേജ് പ്രൊഡ്യൂസ് ചെയ്യും. പ്രോട്ടോണീമ പിന്നീട് വീണ്ടും ലീഫി സ്റ്റേജായിട്ട് മാറും. ദെൻ വീണ്ടും ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ പ്രോസസ്സുകളും വീണ്ടും നടക്കുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ 2 സ്റ്റേജസ് അല്ലെങ്കിൽ 2 ഫേസസ് ഓഫ് ഗ്രോത്ത് കണ്ടു. വൺ ഈസ് കാൾഡ് ദ ഡോമിനൻറ്റ് ഗാമറ്റോഫൈറ്റ് ഫേസ്, അനദർ വൺ ഈസ് കാൾഡ് സ്പോറോഫൈറ്റ് ഫേസ് അല്ലേ? അപ്പോൾ ഈ 2 ഫേസും ആൾട്ടർനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരും ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ. സോ ദാറ്റ് ഈസ് കാൾഡ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ദാറ്റ് മീൻസ് ഒരു ഗാമറ്റോഫൈറ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ ദെൻ ഒരു സ്പോറോഫൈറ്റ് സ്റ്റേജ്, ദെൻ എഗെയിൻ ഗാമറ്റോഫൈറ്റ് സ്റ്റേജ്, ദെൻ എഗെയിൻ സ്പോറോഫൈറ്റ് സ്റ്റേജ്. ഈ 2 സ്റ്റേജസ് ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്നു. സോ ദാറ്റ് ഈസ് കാൾഡ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് നമ്മളതിനെ വിളിക്കുന്നു. ഓക്കെ, സോ ഇത്തരത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ കാണുന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ഒരു ചിത്രം കാണാം. അതിൽ ഓരോ സ്റ്റേജസും ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതിനകത്ത് ആദ്യം നമ്മൾ കാണുന്ന ഒരു സ്പോറിൻ്റെ ലിബറേഷനിൽ നമുക്ക് തുടങ്ങാം. സ്പോറ് ലിബറേറ്റ് ചെയ്ത് ജെർമിനേറ്റ് ചെയ്ത് പ്രോട്ടോണിയമ ഉണ്ടാവുന്നു. പ്രോട്ടോണിയമയിൽ നിന്നും അത് എന്ത് ചെയ്യുന്നു? ലീഫി സ്റ്റേജിലേക്ക് വരുന്നു. ലീഫി സ്റ്റേജ് മെച്യൂർഡ് ആകുമ്പോൾ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആന്ത്രീഡിയ ആർക്കിഗോണിയ, അതിൽ നിന്നും ആന്ത്രോസോയിഡ് ലിബറേറ്റ് ചെയ്യുന്നു. അവിടെ ഫ്യൂഷൻ നടക്കുന്നു, ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, സൈഗോട്ട് ഉണ്ടാവുന്നു.
സൈഗോട്ട് ദേ ഡെവലപ്പ് ഇറ്റ് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റിലെ പ്രധാന ഭാഗങ്ങൾ ഫോട്ടോസീറ്റ ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂളിനകത്ത് ധാരാളം സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മെച്യൂർഡ് ആവുന്ന സമയത്ത് ക്യാപ്സ്യൂൾ എന്ത് ചെയ്യുന്നു? ലിബറേറ്റ് ചെയ്യുന്നു. സ്പോറുകൾ പുറത്തേക്ക് വരുന്നു. വീണ്ടും പ്രോട്ടോണീമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു ലൈഫ് സൈക്ലിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നമുക്കിതിൽ കാണാം. ആ സൈക്ലിക് റിയാക്ഷനിൽ 2 ഫേസസും കാണാം. ദ ഡോമിനൻ്റ് ഗാമറ്റോഫൈറ്റ് ആൻഡ് ദ അതർ സ്പോറോഫൈറ്റ് സ്റ്റേജ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സൈക്കിൾ കീപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് മോസസ്. ഇതേപോലെ തന്നെയാണ് ലിവർവേർഡ്സിൻ്റെയും. പക്ഷേ അതിലെ സ്പോറോഫൈറ്റ് ഹാബിറ്റ് കുറച്ചുകൂടി ഡോമിനൻ്റ് ആയിട്ട് കാണുന്നത് ലീഫി ആയിട്ടുള്ള സ്റ്റേജൊക്കെ കാണുന്ന ഒരു ഗ്രൂപ്പാണ് മോസസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ കണ്ട് ടെക്സ്റ്റും വായിച്ച് കൃത്യമായിട്ട് പഠിക്കുക. അസൈൻമെൻറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ ഒരു ഗ്രൂപ്പുമായിട്ട് കാണാം. ഓക്കെ, ബൈ.